നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടിക്ക് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിയിലെ മാറ്റമാണെന്നാണ് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു നടന്നത്. ശൈലിയിൽ മാറ്റം വരുത്തിയിരുന്നുവെങ്കിൽ വിജയിക്കാമായിരുന്നു എന്നും പറഞ്ഞവരുണ്ട്. ഇവർക്കെല്ലാമുള്ള ഒരു മറുപടിയായി വന്നിരിക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അടുത്ത തെരഞ്ഞെടുപ്പിൽ സർക്കാർ ഇനി അധികാരത്തിൽ വരില്ല എന്നും ഉറപ്പിച്ചു പറയുന്നവർക്കും മറുപടി നൽകിയിരിക്കുകയാണ് അദ്ദേഹം. മൂന്നാം തവണയും ഇടതു സർക്കാർ അധികാരത്തിലേറുമെന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. ആദ്യ 5 വർഷക്കാലം ഒരേ ശൈലിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം, ഒരു മാറ്റവും വരാതെ. അതേ ശൈലി കണ്ടുകൊണ്ടും തുടർന്നുകൊണ്ടുമാണ് ജനങ്ങൾ രണ്ടാം തവണയും അദ്ദേഹത്തെ അധികാരത്തിലേറ്റിയത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടപ്പോൾ അതുമായി മുഖ്യമന്ത്രിയുടെ തലയിലിട്ട് മാറുന്നത് ശരിയല്ല. ശബരിമലയടക്കം തീപ്പൊരി പോലെ നിന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് രണ്ടാം പിണറായി സർക്കാർ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇടതുപക്ഷം വിജയിക്കില്ലെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിൽ പോലും വമ്പിച്ച വിജയമാണ് രണ്ടാമത് നേടിയത്. അതുപോലെ മൂന്നാം തവണയും അധികാരം കിട്ടുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. കരുണാകരനും നായനാർക്കും എന്തിന് VS പോലും വ്യത്യസ്ത ശൈലിയായിരുന്നു. എല്ലാവർക്കും ഒരുപോലെ തുടരാൻ കഴിയുകയില്ല. ഓരോരുത്തരും വരുന്ന സാഹചര്യമാണ് അതിനു പിന്നിലെ പ്രധാന കാരണം. പിണറായിയുടെ ശൈലിയുമായി ജനങ്ങൾ പൊരുത്തപ്പെട്ടു തുടങ്ങി. ഇനിയും പിണറായിയുടെ മേൽ കുറ്റം ചുമത്തുന്നത് ശുദ്ധ അസംബന്ധമാണ്. തിരഞ്ഞെടുപ്പിലെ തോൽവിക്കുണ്ടായിരുന്ന കാരണങ്ങൾ നേതൃത്വം വിലയിരുത്തിയിരുന്നു. അതേ കാരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയും ഉന്നയിക്കുന്നത്. പെൻഷൻ കുടിശ്ശികയായി കൊടുക്കാൻ കഴിഞ്ഞില്ല, മാവേലി സ്റ്റോറുകളിൽ ഭക്ഷണ സാധനങ്ങളില്ല, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധന, അടിസ്ഥാന വർഗത്തിന് വേണ്ടത്ര പരിഗണനയും പരിരക്ഷയും കൊടുത്തില്ല. ഇതെല്ലാമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയങ്ങൾക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതെല്ലാം തന്നെയാണ് കേന്ദ്ര നേതൃത്വവും വിലയിരുത്തിയത്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള തിരുത്തൽ നടപടികളിലേക്ക് സർക്കാർ കടന്നിരിക്കുകയാണ്. അതിന്റെ ഭാഗമെന്നോണം ഭവന ഉടമകൾക്കും ഡെവലപ്പർമാർക്കും സ്വാഗതാർഹമായ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. കെട്ടിട പെർമിറ്റ് ഫീസിൽ ഗണ്യമായ കുറവ് വരുത്തിയിരിക്കുകയാണ് സർക്കാർ. CPM സംസ്ഥാന നേതൃത്വം പ്രശ്നത്തിൽ ഇടപെട്ടതിനെ തുടർന്നാണ് പെർമിറ്റ് ഫീസിൽ വലിയ കുറവ് വരുത്താൻ സർക്കാർ തീരുമാനമെടുത്തത്. അതിനിടെ ചേർന്ന പാർട്ടി സംസ്ഥാന യോഗത്തിലും ഇത് ചർച്ച ചെയ്തിരുന്നു. വിലക്കയറ്റവും രൂക്ഷമാകുന്ന സന്ദർഭം പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ തീരുമാനത്തിലെത്തിയത്. അങ്ങനെ ഓരോ ഭാഗത്തു നിന്നും സർക്കാർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.